1956 നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ തന്നെയായിരുന്നു കർണാടകയുടെയും പിറവി. അന്ന് പക്ഷേ മൈസൂർ സംസ്ഥാനമായിരുന്നു. 1973 കർണാടകയായത്. ഭൂമിശാസ്ത്രപരമായും രാഷ്ട്രീയമായും കേരളത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് കർണാടക. ഡെക്കാൻ പീഠഭൂമിയുടെ ഇങ്ങേയറ്റത്താണ് കർണാടകയുടെ സ്ഥാനം. ഭൂമിശാസ്ത്രപരമായി കർണാടകയെ മൂന്നായി തിരിക്കാം. കാരാവലി എന്ന തീരദേശം, പശ്ചിമഘട്ടത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന മലനാട്, പിന്നെ ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദേശം. ഏറ്റവും വിസ്തൃതമായ പ്രദേശം ഇതാണ്. 5.5 കോടിയോളം വരുന്ന ജനസംഖ്യയിൽ സിംഹഭാഗവും ഇവിടെയാണ്. പഴയ നന്ദ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഇന്നത്തെ കർണാടകയുടെ കൂടുതൽ ഭാഗങ്ങളും. അശോക ചക്രവർത്തിയുടെ കാലത്ത് മൗര്യ സാമ്രാജ്യത്തിന്റെ ഭാഗമായി. കർണാടകത്തിന്റെ ചരിത്രത്തിലെ സുവർണകാലം എഴുതി ചേർത്തു വിജയനഗര ഭരണകാലത്ത് കൃഷ്ണദേവരായ. മൈസൂറിന്റെ കിരീടം ഏറ്റെടുത്ത ബിജാപൂർ സുൽത്താനേറ്റിലെ ഹൈദരലി, ടിപ്പുവിന്റെ പടയോട്ടങ്ങൾ. പോരാട്ടങ്ങൾക്ക് കുറവുണ്ടായിരുന്നില്ലെങ്കിലും പുരോഗതിയിലേക്കാണ് കർണാടകയെ ഭരണാധികാരികൾ ഓരോരുത്തരും നയിച്ചത്. ഒടുവിൽ ജയ ചാമരാജേന്ദ്ര വൊഡയാർ 1950 ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ സമ്മതം നൽകി. അങ്ങനെ കർണാടക ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാഗമായി. ಇದು ರಾಷ್ಟ್ರೀಯ ಕಾಂಗ್ರೆಸ್ ಪಕ್ಷದ ಚುನಾವಣಾ ಪ್ರಚಾರ ದಿನಾಂಕ 14ನೇ ತಾರೀಕು ನಡೆಯುವ കലപ്പയേന്തിയ കർഷകനും മുഖം വെച്ച കാളയുമൊക്കെ കേരളത്തിൽ മായാത്ത തെരഞ്ഞെടുപ്പ് ചുവരെഴുത്തുകൾ മാത്രമായാണ് അവശേഷിക്കുന്നത്. കർണാടകയുടെ വിദൂര കാർഷിക ഗ്രാമങ്ങളിൽ ഇവ ഇന്നും സജീവമായ ചിത്രങ്ങളാണ്. JDSും BJPയും കോൺഗ്രസുമാണ് കർണാടകയുടെ രാഷ്ട്രീയ ഭൂമി ഉഴുതുമറിക്കുന്നത്. 1952 മുഖ്യമന്ത്രിയായ കെങ്കൽ ഹനുമന്തയ്യയുടെ കാലം മുതൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ വിളഭൂമിയായിരുന്നു കർണാടക. സിദ്ധവനഹള്ളി നിജലിംഗപ്പ, കടിടൽ മഞ്ചപ്പ, അങ്ങനെ നേതാക്കളുടെ നീണ്ട നിര. 80കളിൽ കർണാടകയിലെ രാഷ്ട്രീയ താരം R ഗുണ്ടുറാവു ആയിരുന്നു. 70കളിൽ രാജ്യത്ത് പടർന്ന സോഷ്യലിസ്റ്റ് ചേരിക്കും കർണാടകയിൽ വേരോട്ടമുണ്ടായി. കോൺഗ്രസുകാരനായിരുന്ന രാമകൃഷ്ണ ഹെഗ്ഡെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കർണാടകയിലെ ആദ്യ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിയായി 1983 അധികാരമേറ്റു. പല രൂപത്തിലുള്ള ജനതാ പരീക്ഷണങ്ങൾ പിന്നീട് പലപ്പോഴും കർണാടക രാഷ്ട്രീയത്തിൽ നിർണായകമായി. സോഷ്യലിസ്റ്റ് രാഷ്ട്രീയ ബോധത്തിനപ്പുറം ദേവഗൌഡ അടക്കമുള്ള ഒക്കലിക സമുദായക്കാരുടെ പിന്തുണയാണ് ഇപ്പോൾ ജനതാ രാഷ്ട്രീയത്തിന്റെ അടിത്തറ. പാർലമെന്ററി നേട്ടങ്ങൾക്കപ്പുറത്ത് സംഘപരിവാർ ഇതിനിടെ കർണാടകയിൽ സ്വന്തമായ ഒരിടം ഉണ്ടാക്കിയെടുത്തിരുന്നു. ദക്ഷിണ കർണാടകയായിരുന്നു കളരി. 1991 ലോക്സഭയിലേക്ക് 4 പേരെ വിജയിപ്പിച്ച് ദക്ഷിണേന്ത്യയിലെ പരീക്ഷണങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണാണ് കർണാടകയുടേതെന്ന് ഉറപ്പിച്ചു. സാന്നിധ്യം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്ന BJP 2008 കർണാടകയുടെ ഭരണം പിടിച്ചു. ലിംഗായത്ത് സമുദായത്തിലെ പ്രമുഖനായ BS യെഡിയൂരപ്പ മുഖ്യമന്ത്രിയായി. 2013 ഉറുവ സമുദായക്കാരനായ സിദ്ധരാമയ്യയിലൂടെ കോൺഗ്രസ് ഭരണം തിരിച്ചുപിടിച്ചു. ഓരോ നേതാക്കളും ഓരോ സമുദായത്തെ പ്രതിനിധീകരിക്കുമ്പോൾ പലപ്പോഴും രാഷ്ട്രീയ വിഷയങ്ങൾക്കപ്പുറം സാമുദായിക താൽപ്പര്യങ്ങൾ കർണാടക രാഷ്ട്രീയത്തിന്റെ സൂത്രവാക്യമാകുന്നു. IT-യും ബയോടെക്നോളജിയും അടക്കമുള്ള നവവ്യവസായങ്ങളുടെ പ്രഭവ കേന്ദ്രമെന്നാണ് കർണാടകയെക്കുറിച്ച്, പ്രത്യേകിച്ച് വെന്ത കടലയുടെ നാടായ ബംഗളൂരുവിനെ കുറിച്ച് അറിയപ്പെടുന്നത്. കർണാടകയുടെ വികസനത്തെക്കുറിച്ചുള്ള പൊതുവർത്തമാനവും അങ്ങനെ തന്നെ. പക്ഷേ നഗരം വിട്ട് പുറത്തേക്കിറങ്ങിയാൽ കൃഷിയും കൃഷിക്കാരുമാണ് കർണാടകയുടെ നട്ടെല്ലെന്ന് മനസ്സിലാക്കാം. ജനസംഖ്യയുടെ പകുതിയിലേറെ ആശ്രയിക്കുന്നതും കാർഷിക വൃത്തി തന്നെ. വികസനത്തിന്റെ 4 വരിപ്പാതകൾക്ക് തലങ്ങും വിലങ്ങും ഉരുളുന്ന കാളവണ്ടികൾ കർണാടകയിലെ ഒരു പതിവ് കാഴ്ച.
കറുത്ത മണ്ണിന്റെ നാടാണ് കർണാടക. മുന്തിരിയും കരിമ്പും അടക്കയും ചോളവും വിളയുന്ന കർണാടകയുടെ കറുത്ത മണ്ണിൽ കർഷകരുടെ പ്രശ്നങ്ങളെ അവഗണിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം, പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് കാലത്ത്. അടക്ക നിരോധിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കവും കടുത്ത വരൾച്ച കാരണം നശിച്ചു പോകുന്ന മുന്തിരി കൃഷിയും ഇത്തവണ കർണാടകയിൽ തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കും. കുറഞ്ഞപക്ഷം കർണാടകയുടെ മലയോരത്തെ പോളിംഗ് ബൂത്തുകളെങ്കിലും നരേന്ദ്രമോദിയെയും രാഹുൽ ഗാന്ധിയെയും മറന്ന് അടക്ക മനസ്സിൽ ഉറപ്പിച്ച് വോട്ട് ചെയ്യും. ಸಬ್ಸಿಡಿಗೆ ಯಾವ ಗೌರ್ಮೆಂಟ್ನಲ್ಲೂ ಕೊಡ್ತಾ ಇಲ್ಲ. ಮಾಮೂಲಿ ಇರೋ ಗೌರ್ಮೆಂಟು ಏನೇ ಇದೆಯಾ ಅದು ವೆರೈಟಿ ಕೊಡ್ತಾ ಇದೆ. ಈಗ ಆನೆಕಲ್ ಬಿದ್ದು ನಮ್ಮ ಲಾಸ್ ಆದರೂ ಯಾವ ಗೌರ್ಮೆಂಟು ಏನು ಕೊಡ್ತಾ ಇಲ್ಲ. ನಾವು 4 ವರ್ಷದಲ್ಲಿ ಆನೆಕಲ್ ಬಿದ್ದು ಲಾಸ್ ಆಯಿತು, ಕೊಟ್ಟಿದ್ದೀವಿ. ಇದುವರೆಗೂ ಯಾವುದು ನಮ್ಗೆ ಸಿಗಲೇ ಇಲ್ಲ. ಎಲ್ಲಿ ಕೊಡ್ತಾರೆ? ನಾವು ಬೋರ ಕೊಡಬೇಕು, ಹಾಕೊಬೇಕು, ನಾವು ಮಾಡ್ಕೊಬೇಕು. ಗೌರ್ಮೆಂಟ್ ಎಲ್ಲಿ ಕೊಡ್ತಾರೆ? ನೀರು ಕೊಡಲ್ಲ. കൊടും വരൾച്ചയെ നേരിടാനാവാത്ത മുന്തിരിപ്പാടങ്ങളും കരിമ്പിൻ കാടുകളും ഷിമോഗയും ചിക്കബെല്ലാപുരയും അടക്കമുള്ള മേഖലകളിൽ കാർഷിക രംഗത്തെ പ്രശ്നങ്ങൾ സജീവ തിരഞ്ഞെടുപ്പ് വിഷയങ്ങളാണ്. കേരളത്തിൽ 14 ജില്ലകൾക്ക് 20 ലോക്സഭാ മണ്ഡലങ്ങളെങ്കിൽ കർണാടകയിൽ 30 ജില്ലകളിലായി 28 മണ്ഡലങ്ങളാണുള്ളത്. ദക്ഷിണ കർണാടക, ഉത്തര കർണാടക, തീരദേശ കർണാടക, മധ്യ കർണാടക, മൈസൂർ കർണാടക, ഹൈദരാബാദ് കർണാടക എന്നിങ്ങനെയുള്ള രാഷ്ട്രീയ ഭൂപടവുമുണ്ട്. ഇത്തവണ കോൺഗ്രസിനും BJPക്കുമാണ് കർണാടകയിൽ പ്രതീക്ഷ കൂടുതൽ. വലിയ നേട്ടമുണ്ടാക്കാമെന്ന് കോൺഗ്രസ് പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന രാജ്യത്തെ ചുരുക്കം സംസ്ഥാനങ്ങളിലൊന്നാണ് കർണാടക. Modi is only a fantasy. And in fact is created only because of the investment of money, and is never Rahul Gandhi will become the prime minister again. No, he will become a zero and he will become a disaster. Even his own party leaders will discard him. സിദ്ധരാമയ്യ സർക്കാരിന്റെ ജനപ്രീതി മുൻനിർത്തിയാണ് കോൺഗ്രസ് വോട്ട് ചോദിക്കുന്നത്. 121 സീറ്റിന്റെ ഭൂരിപക്ഷത്തോടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് വൻ തിരിച്ചുവരവ് നടത്തിയതാണ് കോൺഗ്രസിന്റെ ആവേശം. നരേന്ദ്രമോദി അധികാരത്തിലെത്താൻ പോകുന്നുവെന്ന പ്രതീതി സൃഷ്ടിക്കുന്ന ന്യൂനപക്ഷ ധ്രുവീകരണത്തിലും കോൺഗ്രസ് കണ്ണുവെക്കുന്നു. See, the people have to think first, where is BJP wave? BJP wave is in Rajasthan, Madhya Pradesh, Chhattisgarh and Gujarat. After seeing all these things, we cannot come to a conclusion. This is the election of 272 seats for the majority. If the majority is not going to come, they are not going to form a BJP. UPA സർക്കാരിന്റെ അഴിമതിയും മോഡിയുടെ ജനപിന്തുണയും പ്രചാരണായുധമാക്കിയാണ് BJP വോട്ട് ചോദിക്കുന്നത്. നിലവിൽ 28-ൽ 19 എംപിമാരുള്ള BJP ഇക്കുറി സീറ്റെണ്ണം കൂട്ടാനുള്ള ശ്രമത്തിലാണ്. ഒരു നല്ല റെസ്പോൺസ് ഉണ്ട്. എവിടെ പോയാലും നല്ല ഒരു ആൾക്കാർ BJPക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. കോൺഗ്രസ് JDSന്റെ ആൾക്കാരും ഈ പ്രാവശ്യം ഒരു ചേഞ്ച് വേണമെന്ന് പറയുന്ന ഒരു വാക്ക് എവിടെ എല്ലാ സ്ഥലത്തിലും കേൾക്കുന്നുണ്ട്. എൻ്റേത് ഒരു വലിയ കോൺസ്റ്റിറ്റ്യുവൻസി 24 ലക്ഷം പോപ്പുലേഷൻ ഉണ്ടായത്. എനിക്കൊരു വിശ്വാസമുണ്ട്, ഒരു വലിയ മാർജിനിൽ ഈ ക്ഷേത്രം ജയിക്കുമെന്ന് പറഞ്ഞു. നരേന്ദ്രമോദിയേക്കാൾ അധികം കർണാടകയിൽ BJP പ്രതീക്ഷ അർപ്പിക്കുന്നത് മറ്റൊരു ഘടകത്തിലാണ്. കർണാടകയുടെ ആദ്യ BJP മുഖ്യമന്ത്രിയായ BS യെഡിയൂരപ്പയുടെ സാന്നിധ്യം. BJPക്കും യെഡിയൂരപ്പയ്ക്കും ഒരേപോലെ നിർണായകമാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം എന്നതാണ് യാഥാർത്ഥ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തിരിച്ചടിയുണ്ടാകാൻ പ്രധാന കാരണം യെഡിയൂരപ്പ പാർട്ടി വിട്ടതാണെന്നായിരുന്നു പൊതുവിലുള്ള വിലയിരുത്തൽ. കർണാടകയിലെ പ്രബല സാമുദായിക ശക്തിയായ ലിംഗായത്ത് വോട്ടുകൾ വിഘടിച്ചത് കോൺഗ്രസിന് അന്ന് നേട്ടമായി. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യെഡിയൂരപ്പയുടെ KJP 10% വോട്ട് നേടിയിരുന്നു. യെഡിയൂരപ്പ BJPയിലേക്ക് മടങ്ങിയതോടെ അത്രയും വോട്ടും ലിംഗായത്ത് പിന്തുണയും തിരിച്ചെത്തുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. Who is going to contest against me? I am not worried about all these things. I have done so many development work in Shimoga. People are happy. I am going to win very good march. All over Karnataka, we are expecting more than 20 seats. Modi wave and our development work, it will definitely. എന്നാൽ യെഡിയൂരപ്പ BJPക്ക് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യാനുള്ള സാധ്യതയാണ് കോൺഗ്രസ് മുന്നിൽ കാണുന്നത്. അഴിമതിയുടെ മുഖമായി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ BJPയും കോൺഗ്രസും ഒരുപോലെ കല്ലെറിയുകയായിരുന്നു യെഡിയൂരപ്പയെ എന്നത് പലരും മറന്നിട്ടില്ല. മൂന്നാം മുന്നണി സ്വപ്നം കാണുന്ന JDSനും 15 മണ്ഡലങ്ങളിലെങ്കിലും നിർണായക സ്വാധീനമുണ്ട്. ഇടതു കക്ഷികൾക്ക് കർണാടകയിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്താനാകുമെന്ന് അവർ പോലും കരുതുന്നില്ല. എഴുപതുകൾക്ക് ശേഷം രാജ്യത്തിന്റെ പൊതുരാഷ്ട്രീയത്തിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ പ്രത്യേകം താൽപര്യം കാണിച്ചിട്ടുണ്ട് കർണാടകയിലെ വോട്ടർമാർ.
രാജ്യം UPA-ക്കൊപ്പം നിന്ന 2009 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കർണാടകയിൽ BJP-ക്കായിരുന്നു വ്യക്തമായ മുൻതൂക്കം. അഭിപ്രായ സർവേ ഫലങ്ങളും കർണാടകയിൽ ശക്തമായ മത്സരത്തിനുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. താരങ്ങളും താരമത്സരങ്ങളും ഇടവേളയ്ക്ക് ശേഷം. ഞങ്ങളിപ്പോഴുള്ളത് ബാംഗ്ലൂരിലെ പ്രശസ്തമായ കബൻ പാർക്കിലാണ്. സായാഹ്ന നടത്തത്തിനും കാറ്റുകൊള്ളാനുമൊക്കെ ആളുകൾ പതിവായി വരുന്ന ഒരിടം. കേരളത്തിലേതുപോലെ തെരഞ്ഞെടുപ്പ് കാലമാണെങ്കിലും സജീവമായ രാഷ്ട്രീയ ചർച്ചകളൊന്നും ഇവിടെ നടക്കാറില്ല. പക്ഷേ കർണാടകയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ചില മണ്ഡലങ്ങളിലെ മത്സരങ്ങൾ രാജ്യത്താകമാനം കാര്യമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് ഷിമോഗ. തീർച്ചയായും ഷിമോഗ ദേശീയ രാഷ്ട്രീയം തന്നെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ്. കാരണം നമുക്കറിയാം, കേരളത്തിലൊക്കെ കർണാടക എന്ന് പറയുമ്പോൾ എടുത്തു പറയുന്ന പേരാണ് യെദ്യൂരപ്പ. യെദ്യൂരപ്പ മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ് ഷിമോഗ. യെദ്യൂരപ്പയെ സംബന്ധിച്ചിടത്തോളം കർണാടകയിൽ BJP അധികാരത്തിലെത്തിച്ച നേതാവ്. മോദി കഴിഞ്ഞാൽ കർണാടകയിൽ പിന്നെ BJPയുടെ ഒരു സ്റ്റാർ ക്യാമ്പയിനർ യെദ്യൂരപ്പയാണ്. യെദ്യൂരപ്പ മത്സരിക്കുന്ന ഒരു മണ്ഡലം എന്നുള്ളത് തന്നെ അത് ദേശീയ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ഇത്തവണ യെദ്യൂരപ്പയ്ക്ക് അത്ര ഈസിയായി ഷിമോഗയിൽ ജയിച്ചു കയറാൻ സാധിക്കില്ല. കാരണം നമ്മുടെ എതിർ സ്ഥാനാർത്ഥി JDSന്റെ സ്ഥാനാർത്ഥി ഗീതാ ശിവരാജ് കുമാറാണ്. നമുക്കറിയാം, കർണാടകയുടെ മുൻ മുഖ്യമന്ത്രി ബംഗാരപ്പ, ബംഗാരപ്പയുടെ മകളാണ് ഗീതാ ശിവരാജ് കുമാർ. മാത്രമല്ല കർണാടകയുടെ താരം സൂപ്പർ സ്റ്റാർ രാജ്കുമാറിൻ്റെ മരുമകൾ കൂടിയാണ് ഗീതാ ശിവരാജ് കുമാർ. അപ്പോൾ രണ്ട് ഫാക്ടറുകളുണ്ട്. ഒന്ന്, ബംഗാരപ്പയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇടിക വോട്ടുകൾ ഇത്തവണ ഗീതാ ശിവരാജ് കുമാറിന് കിട്ടും. രണ്ട്, രാജ്കുമാർ ഫാമിലിയുടെ ഒരു താരശോഭ അതും ഗീതാ ശിവരാജ് കുമാറിനെ തുണയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ രണ്ട് ഫാക്ടർ ഉള്ളതുകൊണ്ട് തന്നെ സിറ്റിംഗ് MP യെദ്യൂരപ്പയുടെ മകൻ രാഘവേന്ദ്രയാണ്. BJPയുടെ ഉറച്ച മണ്ഡലമാണ്. ഇതെല്ലാം ആണെങ്കിൽ കൂടി മലയോര കർണാടകയുടെ ഭാഗമായ ഷിമോഗ ഇത്തവണ യെദ്യൂരപ്പയെ എത്ര കണ്ട് തുണയ്ക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം ഗീതാ ശിവരാജ് കുമാർ എത്ര വോട്ട് പിടിക്കും, ഇടിക വോട്ടുകൾ എത്രത്തോളം ഗീതാ ശിവരാജിന് ലഭിക്കും. മാത്രമല്ല യെദ്യൂരപ്പയുടെ ലിംഗായത്ത് വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ ഗീതാ ശിവരാജ് കുമാർ ആയാൽ അതൊരു പക്ഷേ വലിയൊരു വെല്ലുവിളി തന്നെയായിരിക്കും യെദ്യൂരപ്പ. അതുപോലെ ഒരുപക്ഷെ ഒരുപാട് മുൻ മുഖ്യമന്ത്രിമാർ മത്സരിക്കുന്നുണ്ട് കർണാടകയിലെ തെരഞ്ഞെടുപ്പിൽ. ചിക്കബല്ലാപുരയിൽ 2 മുൻ മുഖ്യമന്ത്രിമാർ നേരിട്ട് മത്സരിക്കുകയാണ്. 6 മുഖ്യമന്ത്രിമാർ മത്സര രംഗത്തുണ്ട് കർണാടകയിൽ. അതിൽ 2 മുഖ്യമന്ത്രിമാർ നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലം ചിക്കബല്ലാപുരം. ചിക്കബല്ലാപുരത്തെക്കുറിച്ച് കോൺഗ്രസിൻ്റെ ഒരു ഉറച്ച മണ്ഡലമാണ്. കോൺഗ്രസിന് വലിയ വെല്ലുവിളികളൊന്നും ഇല്ലാത്ത മണ്ഡലം. പക്ഷേ ഇത്തവണ കുമാരസ്വാമിയുടെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. വീരപ്പ മൊയ്ലിക്ക് ഉറച്ച സീറ്റാണ്, സുരക്ഷിത മണ്ഡലമാണ്, എല്ലാമാണ്. പക്ഷേ JDS വളരെ കണക്ക് കൂട്ടി കുമാരസ്വാമിയുടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് അവർക്ക് വിജയപ്രതീക്ഷ ഉള്ളതുകൊണ്ട് മാത്രമാണ്. മാത്രമല്ല BJP സ്ഥാനാർത്ഥി ബച്ചഗൌഡ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 47,000 വോട്ടിനാണ് പിന്നിലായിരുന്നു BJP സ്ഥാനാർത്ഥി. 2ാം സ്ഥാനത്ത് BJP സ്ഥാനാർത്ഥി. അതുകൊണ്ട് കർണാടകയിൽ വളരെ ശക്തമായ ഒരു ത്രികോണ മത്സരം നടക്കുന്നൊരു മണ്ഡലമാണ് ചിക്കബല്ലാപുരം. വീരപ്പ മൊയ്ലി മുൻ കേന്ദ്രമന്ത്രിയാണ്, മുൻ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് മണ്ഡലത്തിൽ വലിയൊരു പൊതു സമ്മതത്വമൊക്കെ ഉണ്ട്. പക്ഷേ ഇത്തവണ ഒരു ത്രികോണ മത്സരം നടക്കുന്നുണ്ട്. വീരപ്പ മൊയ്ലിയുടെ കാര്യം പോലും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റാത്തൊരവസ്ഥ ചിക്കബല്ലാപുരയിലുണ്ട്. അതുപോലെ കർണാടകയെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിലെ ഒക്കെ കാര്യം പറയുന്നത് പോലെ തന്നെ ചലച്ചിത്ര താരങ്ങൾക്ക് വലിയ സ്വീകാര്യതയുണ്ട്, അവർക്ക് രാഷ്ട്രീയത്തിൽ വലിയ സ്വീകാര്യതയുണ്ട്. ഇത്തവണ അത്തരം ഒരു താര മത്സരം കൊണ്ട് ശ്രദ്ധേയമായ മണ്ഡലം മാണ്ഡ്യയാണ്. I will leave that to the people of Mandya to decide. I have worked very hard because last by-election I was I'm very new to politics, and I lost my father as well. In that situation, the people of Mandya have voted for me, and I believe that this time also, if they feel that I have done good work for them, that they will vote for me. No, there's nothing like that. As together, the Congress party is everybody is working together. കർണാടകയിലെ ഏക താര സ്ഥാനാർത്ഥിയാണ് രമ്യ. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, ചെലവുരാജസ്വാമി JDSന്റെ ചെലവുരാജസ്വാമി രാജിവെച്ച ഒഴിവിലാണ് രമ്യ പാർലമെൻറ്റിലെത്തുന്നത്. അതേ ഒരു പരിചയം വെച്ചാണ് ഇത്തവണ മത്സരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ രമ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഈസി വോക്ക് ഓവർ ഉണ്ടായത്. അവിടെ ഒരു വിമത ശല്യം ഒരു പരിധി വരെ പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ട്. 2 ഗ്രൂപ്പാണ് അവിടെ. അതായത് ഒന്ന്, കർണാടകയിലെ സിനിമാ നടനും രാഷ്ട്രീയത്തിലെ താരവുമായ അംബരീഷിൻ്റെ ഒരു വലിയ സ്വാധീനമുള്ള സ്ഥലമാണ് മണ്ഡ്യ. അതേപോലെ നമ്മുടെ കർണാടക മുൻ മുഖ്യമന്ത്രി SM കൃഷ്ണയ്ക്കും വലിയ സ്വാധീനമുണ്ട്. ഇവർ 2 പേരും 2 ഗ്രൂപ്പുകളായി നിൽക്കുന്നൊരു മണ്ഡലമാണ് മണ്ഡ്യ. ഇവരെ ഒരുമിപ്പിക്കാൻ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ സാധിച്ചു. പക്ഷേ ഇപ്പോൾ സിംഗപ്പൂരിൽ ചികിത്സ കഴിഞ്ഞെത്തിയ അംബരീഷ് തുടർച്ചയായി രമ്യക്കെതിരെ പരാമർശം നടത്തിക്കൊണ്ടിരിക്കുന്നു. രമ്യ അതിന് ശക്തമായി പ്രതിരോധിക്കുന്നു. ഇതൊരു വിമത നീക്കമാണ്. ഈ വിമത നീക്കത്തിൽ എത്രത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. കാരണം കുട്ടരാജുവാണ് JDSന്റെ സ്ഥാനാർത്ഥി. കുട്ടരാജു ഒരു പ്രാദേശികനാണ്.
ആ പ്രാദേശികമായ ഒരു പൊതുസമ്മതി അദ്ദേഹത്തിനുണ്ട്. ഈ പൊതുസമ്മതിയും JDSന്റെ പരമ്പരാഗത മണ്ഡലമാണ് മണ്ഡ്യ. അപ്പോൾ ഇതെല്ലാം പുട്ടരാജുവിന് അനുകൂലമായി നിൽക്കുമ്പോൾ എത്രത്തോളം താരശോഭ കൊണ്ട് മാത്രം നെമ്മിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് അറിയാൻ പറ്റും. തൊട്ടടുത്ത് ദേവഗൗഡയ്ക്ക് കാര്യങ്ങൾ അനായാസമാണോ ഇത്തവണ? അവിടെ ഒരു കാര്യമായ മത്സരം ഉണ്ടാവേണ്ട ആവശ്യമില്ല. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് ഉണ്ടായ സമയത്ത്, പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ യെദ്യൂരപ്പ പറഞ്ഞു ദേവഗൗഡയെ പോലെ ഒരാൾ നമുക്ക് പാർലമെൻറ്റ് ആവശ്യം. അത് പൊതുവായി കർണാടക രാഷ്ട്രീയം ദേവഗൗഡയെ സമ്മതിക്കുന്നു, അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം സമ്മതിക്കുന്നു. ഒരു വെല്ലുവിളി ആസനിലുണ്ടെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ ചരിത്രം പരിശോധിക്കും. മറ്റൊരു മുൻ മുഖ്യമന്ത്രി സദാനന്ദ ഗൗഡയാണ്. സദാനന്ദ ഗൗഡ മത്സരിക്കുന്നത് ബാംഗ്ലൂർ നോർത്തിൽ. നമുക്കറിയാം, ബാംഗ്ലൂർ നോർത്തിനെ കുറിച്ച് 2009 2004 മാത്രം ശക്തമായൊരു BJP തരംഗം ഉണ്ടായപ്പോൾ BJPയുടെ ഒപ്പം നിന്ന മണ്ഡലമാണ് ബാംഗ്ലൂർ നോർത്ത്. പക്ഷേ അതിന് മുമ്പ് പരിശോധിച്ചാൽ 1971 മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ, അല്ലെങ്കിൽ 52 മുതൽ തന്നെ പരിശോധിച്ചാൽ ബാംഗ്ലൂർ നോർത്ത് കോൺഗ്രസിൻ്റെ ഉറച്ച മണ്ഡലമായിരുന്നു. ഇത്തവണ 2 തവണയായി, 2004 2009 അത് BJPക്ക് ലഭിച്ചു. ഇത്തവണ സദാനന്ദ ഗൗഡ മത്സരിക്കുന്നു. സുരക്ഷിത മണ്ഡലം തേടിയാണ് സദാനന്ദ ഗൗഡ ബാംഗ്ലൂർ നോർത്ത് എത്തിയത്. പക്ഷേ അത്ര സുരക്ഷിതത്വം ഇല്ല. കാരണം 96 JDS സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 1,30,000 വോട്ടുകൾ ജയിച്ച നാരായണസ്വാമിയാണ് ഇത്തവണ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി. ആ 96 വിജയം കോൺഗ്രസിന് വേണ്ടി ആവർത്തിക്കാൻ സാധിക്കുമെന്ന് നാരായണസ്വാമി വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ മണ്ഡലം തിരിച്ചുപിടിക്കുക, കർണാടകയിൽ ആകെ കോൺഗ്രസ് പയറ്റുന്ന ഒരു തിരിച്ചുപിടിക്കൽ രാഷ്ട്രീയം ബാംഗ്ലൂർ നോർത്തിൽ സജീവമാണ്. മണ്ഡലം തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസ്. ഇതിനൊക്കെ അപ്പുറത്ത് ഒരുപക്ഷെ രാജ്യാന്തര തലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിച്ച ഒരു മത്സരം കർണാടകയിൽ നടക്കുന്നുണ്ട്. നന്ദൻ നിലേകാനിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ശ്രദ്ധേയമായ ബാംഗ്ലൂർ സൗത്തിലെ മത്സരം. എന്താണ് അവിടുത്തെ ഒരു ഏറ്റവും ഒടുവിലത്തെ സാഹചര്യം? കർണാടകയിൽ ഏറ്റവും ആദ്യം മത്സരം ആരംഭിച്ചൊരു മണ്ഡലമാണ് ബാംഗ്ലൂർ സൗത്ത്. Our MP who has won 5 times is invoking somebody else's name to get votes. That is the status of this constituency. They want a change. They want someone honest, clean, hardworking, outcome-based leader, and I'm sure that I will win this election. നന്ദൻ നിലേക്കനി പോലും തുറന്നു പറയുന്നതിന് മുമ്പ് മാധ്യമങ്ങൾ ചർച്ച ചെയ്ത് തുടങ്ങി നന്ദൻ നിലേക്കനിയുടെ സ്ഥാനാർത്ഥിത്വം. അനന്തകുമാർ പിന്മാറുമെന്ന് പോലും ഒരു ഘട്ടത്തിൽ പറഞ്ഞു. പക്ഷേ അനന്തകുമാർ പിന്മാറാതെ ആ വെല്ലുവിളി സ്വീകരിച്ചു. 5 തവണ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച MP ആണ് അനന്തകുമാർ, മുൻ കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം ഇത്തവണയും മത്സരിക്കുന്നു. നന്ദൻ നിലേക്കനിയെ സംബന്ധിച്ചിടത്തോളം IT വിദഗ്ധനാണ്. IT, അതായത് ടെക്കികളുടെ മണ്ഡലം, അതായത് ടെക്നോക്രാറ്റുകളുടെ ഒരു മണ്ഡലമായിട്ടാണ് കൂടുതലായിട്ടും ഈ ബാംഗ്ലൂർ സൗത്ത് അറിയപ്പെടുന്നത്. ബാംഗ്ലൂർ സൗത്തിൽ അദ്ദേഹത്തിന് നന്ദൻ നിലേക്കനിക്ക് കൂടുതൽ സാധ്യത ഉണ്ട് എന്ന് പറയുന്നു. കാരണം മാത്രമല്ല, അദ്ദേഹം ഒരുപാട് നേരത്തെ, അനന്തകുമാറിനേക്കാൾ നേരത്തെ പ്രചരണം ആരംഭിക്കുകയും ഈ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരണം ആരംഭിക്കുകയും ചെയ്തതോടുകൂടി പ്രചരണ രംഗത്ത് വളരെ മുന്നിലാണ് നിലേക്കൻ. ഇത്തവണ സംസ്ഥാന സർക്കാരിൻ്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് പോലും ഉണ്ട്, അതായത് അനന്തകുമാർ പരാജയപ്പെട്ടിരിക്കുന്നു. അനന്തകുമാർ പരാജയഭീതി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദിയെ പോലും അദ്ദേഹത്തിന് നേരിട്ട് തന്നെ മണ്ഡലത്തിൽ കൊണ്ടുവന്ന് പ്രചരണം നടത്തേണ്ടി വന്നു. അത് ശക്തമായ വെല്ലുവിളി, അനന്തകുമാറിന് നന്ദൻ നിലേക്കന് ശക്തമായ വെല്ലുവിളി നേരിടുന്ന മണ്ഡലമാണ് ബാംഗ്ലൂർ. തീർച്ചയായും ദേവഗൗഡയെ പോലെയുള്ള പതിവുകാർ മാത്രമല്ല, നന്ദൻ നിലേകാനിയെ പോലെയുള്ള പരീക്ഷണങ്ങളും ഇത്തവണ കർണാടക മത്സരത്തെയും മണ്ഡലങ്ങളെയും ശ്രദ്ധേയമാക്കുന്നുണ്ട്. മലയാളീസ് കോൺഗ്രസിനായിട്ട് എന്നുള്ള പാർട്ടിക്കായിട്ടുള്ള അവരവരുതായിട്ടുള്ള കേരളത്തിലെ ഏത് പാർട്ടിയിലാണ് അവർ എന്ന് അതിലേക്ക് നീങ്ങിയിട്ടുള്ള വോട്ട് ചെയ്യുന്ന ഒരു ഇതാണ് ഇവിടെ ഉള്ളത്. മലയാളി സമൂഹത്തിന്റെ വലിയ സാന്നിധ്യം കർണാടകയിലാകെയുണ്ട്, വിശേഷിച്ച് ബാംഗ്ലൂരിലും മൈസൂരിലും. വോട്ടെടുപ്പുകളോട് മലയാളികളുടെ പ്രതികരണം ആവേശകരമാകാറില്ല. 15 ലക്ഷത്തോളം മലയാളികളുണ്ട്. പക്ഷേ അവരുടെ ഒരു പ്രാതിനിധ്യം എന്ന നിലയിൽ വളരെ കുറവാണ് ഗവൺമെന്റ് തലത്തിൽ. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണെങ്കിൽ യാത്രാ പ്രശ്നങ്ങൾക്കൊന്നും ഒരു ശാശ്വതമായ പരിഹാരം സർക്കാർ തലത്തിൽ സാധിക്കാൻ സാധിച്ചിട്ടില്ല. അതിന് പ്രധാന പ്രശ്നം വെച്ചാൽ മലയാളി ഒരു സംഘടിത ശക്തിയായിട്ടല്ല ഇവിടെ നിൽക്കുന്നത്. പ്രധാനമായിട്ട് വോട്ട് ചെയ്യാനുള്ള ഒരു താല്പര്യക്കുറവുണ്ട്. ഇപ്പം IT മേഖലകളിൽ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ പങ്കെടുക്കുന്ന ഒരു പുതിയ ജനറേഷൻ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന തലമുറ വോട്ട് ചെയ്യാതിരിക്കുകയും അതോടൊപ്പം തന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നതും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പം ബാംഗ്ലൂരിലുള്ളത്. അത് മാറിക്കൊണ്ട് നമ്മളൊരു വോട്ട് ചെയ്യുന്ന രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അവനവൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തിൽ തന്നെ വിശ്വസിച്ചുകൊണ്ട് വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഒരു ബ്ലോക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ അവകാശങ്ങൾ, യാത്രാ പ്രശ്നങ്ങൾ, ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വതമായ പരിഹാരം കാണാൻ സർക്കാർ തലത്തിൽ തന്നെ അവർ തന്നെ താല്പര്യം കാണുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. കോൺഗ്രസിനും BJPക്കും ഒരുപോലെ നിർണായകമാണ് കർണാടകയിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം. ഒരു 3ാം UPA സർക്കാർ യാഥാർത്ഥ്യമാകണമെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലേതിന് സമാനമായ ഒരു വിജയം കർണാടകയിൽ കോൺഗ്രസിന് ആവർത്തിച്ചേ മതിയാവും. കർണാടകയിൽ ലഭിക്കുന്ന ഓരോ സീറ്റും BJPയുടെ കേന്ദ്രത്തിലെ കരുത്ത് കൂട്ടും. JDSനാവട്ടെ മികച്ച ഒരു പ്രകടനം നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ആം ആദ്മി പാർട്ടി അടക്കമുള്ള പാർട്ടികൾ നഗര വോട്ടർമാരിലുണ്ടാക്കുന്ന സ്വാധീനത്തിന്റെ ലിറ്റ്മസ് ടെസ്റ്റ് കൂടിയാവും ഈ തെരഞ്ഞെടുപ്പ്. മത്സരത്തിന്റെ സ്വഭാവം പരിഗണിക്കുമ്പോൾ
കർണാടകയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രവചനം അസാധ്യമാണ്.